10th സ്റ്റാൻഡേർഡ് മാത്സ് ഫസ്റ്റ് ചാപ്റ്റർ പേജ് നമ്പർ 22 ക്വസ്റ്റ്യൻ ആൻസറാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിൽ മുന്നേ തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യാം. ഒരു നമ്പർ പാറ്റേൺ തന്നിട്ട് അതിൽ ഒരു നമ്പർ ഉണ്ടോ എന്നെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഇപ്പം 19, 28, 37 എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഉണ്ട്. 19, 28, 37 എക്സെട്ര ഈസ് 1000 എ ടേം ഓഫ് ദി സീക്വൻസ്. ഈ ഒരു ടേമിൽ 1000 ഒരു നമ്പറാണോ? അതായത് ഇങ്ങനെ 19, 28, 37 എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ 9 കൂട്ടി പോകുന്നൊരു പാറ്റേൺ ആണ്. അതിങ്ങനെ നമ്മൾ കുറേ ഇങ്ങനെ എഴുതിയിട്ട് പോകുമ്പോൾ അതിൽ 1000 ഉണ്ടാകുമോ? അതറിയണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ ഇത്രയും നമ്പർ എഴുതി നോക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. 1000 വരെ ഈ പാറ്റേൺ എഴുതുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനുള്ള ഈസി മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏത് നമ്പറാണോ നോക്കേണ്ടത് 1000 അല്ലേ നോക്കേണ്ടത്, അതിൽ നിന്നും ഫസ്റ്റ് ടേം അങ്ങോട്ട് കുറക്കുക. ഈ ഫസ്റ്റ് ടേം അങ്ങോട്ട് കുറക്കുക. അപ്പോൾ 981 കിട്ടും. ആ 981 നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡിഫറൻസ് കണ്ടോ? എത്രയാണ്? 19ഉം 9 കൂട്ടിയാലാണ് 28 കിട്ടുക. ആ ഡിഫറൻസായി 9 കൊണ്ട് എന്ത് ചെയ്യുക? ഹരിക്കുക, ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണെങ്കിൽ 1000 ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്. ചിലപ്പോൾ നമുക്ക് ഇതേപോലെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1, 2, 3, 4 അങ്ങനെ എന്തെങ്കിലും നമ്പറാണ് വന്നതെങ്കിൽ അതെന്തല്ല, ടേം അല്ല. ഇനി പേജ് നമ്പർ 22 ക്വസ്റ്റ്യൻ നോക്കാം. Is 101 a term of the arithmetic sequence 13, 24, 35? What about 1001? 101 ആകുമ്പോൾ 101 എന്ന് എന്ത് ചെയ്യുക? നമ്മൾ 13, 24, 35 എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പാറ്റേൺ പോകുന്നത്. 101 നിന്ന് 13 മൈനസ് ചെയ്യുക. 13 മൈനസ് ചെയ്യുമ്പം 88 ആണ് കിട്ടുക. ആ 88നെ നമ്മൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 88നെ നമ്മൾ 11 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. കാരണം ഇവിടെ വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13, 24 എന്ന് പറയുമ്പോൾ 11 കൂട്ടി പോകുന്നൊരു പാറ്റേൺ ആണ്. അപ്പോൾ 101 ഉണ്ടോ എന്ന് നോക്കാം. 101 നിന്ന് 13 മൈനസ് ചെയ്താൽ 88 കിട്ടും. ആ 18ന് ഈ ഡിഫറൻസ് കൊണ്ട്, അതായത് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 11 × 8 ആണ് 88 വരിക. അപ്പോൾ 101 ടേം ആണ്. ഞാൻ 1001 മാത്രമേ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുള്ളൂ. 1001 13 മൈനസ് ചെയ്താൽ 988. അത് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, കാരണം ഇവിടെ 998 വന്നിട്ട് 8 ടൈം ആകുമ്പോൾ 88 വരും. പിന്നെ ഇവിടെ 108 വരിക. അതിൽ 11 9 ടൈം ആകുമ്പോഴാണ് 99, പിന്നെ 9 ബാലൻസ് വരും. അപ്പോൾ 988 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 11 ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് എ ടേം ഓഫ് ദി സീക്വൻസ്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് നോക്കണമെന്നില്ല. നോട്ട് എ ടേം ആണോ അല്ലെങ്കിൽ യെസ് ആണോ കാര്യം പറഞ്ഞാൽ മാത്രം മതി. അടുത്തത് നമ്മൾ ഈ ഒരു ബോക്സാണ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ പാറ്റേൺ തന്നിട്ടുണ്ട്. അതിൽ 123 യെസ് ആണോ നോ ആണോ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ 132 യെസ് ആണോ നോ ആണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഇതിലെ ടേം ആണോ എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് 11, 22, 33 എന്ന് പറയുന്ന പാറ്റേണിൽ ഈ നമ്പർ ഉണ്ടോ? 123 ഉണ്ടോ? 123 ഉണ്ടോ എന്ന് എങ്ങനെ നോക്കുക? 123 എന്ന് 11 മൈനസ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഡിഫറൻസ് 11 ആണ്. അതും 11 തന്നെയാണ്. ഫസ്റ്റ് ടേം 11 ആണ്. പിന്നെ ഇതിൻ്റെ ഡിഫറൻസും 11 ആണ്. അപ്പോൾ 123 എന്ന് 11 മൈനസ് ചെയ്തിട്ട് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 132 എന്ന് പറയുമ്പോൾ 132ൻ്റെ അകത്ത് നിന്ന് 11 മൈനസ് ചെയ്തിട്ട് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ടേമും 11 ആണ്. അതുപോലെ അതിൻ്റെ ഡിഫറൻസും 11 ആയതുകൊണ്ടാണ് 11 മൈനസ് ചെയ്തിട്ട് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ നോ ആണ് കിട്ടുക, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എസ് ആണ് കിട്ടുക രണ്ടാമത്തത്. ഇനി 12ഉം 23യും 34 നോക്കുമ്പോൾ 100ൽ 100 മൈനസ് 12 എന്ന് പറഞ്ഞാൽ 88 ആണ്. ഇവിടെയും ഡിഫറൻസ് 11 തന്നെ വരുന്നത്. 88 11 ആകുമ്പോൾ എസ് ആണ് വരിക. 1000 നിന്ന് 12 മൈനസ് ചെയ്താൽ 988 വരിക. അതിന് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നോ വരും. അങ്ങനെ ഓരോ നമ്പറും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ നമുക്കിത് വേഗം തന്നെ യെസ് എന്ന് പറയാൻ പറ്റും. 4, അര, 3/4, 1, 1/4, 1/2, 2, 2/4, 2/2, 2/3, 3. ഇപ്പോൾ 3 ഉണ്ട്. 4ൽ 3/4, 3/2, 3/3, 4 അങ്ങനെ എണ്ണൽ സംഖ്യകളൊക്കെ ഉണ്ടാവും അതിൽ. അടുത്ത പാറ്റേൺ 3/4 ആണ്. 3/4ഉം 1/2 ആണ്. അപ്പോൾ 3/4 ആണ് 1/2 വരിക. 1/2, 3/4, 2/4, 3/4, 3 വരും.
3 കഴിഞ്ഞാൽ പിന്നെ 3:45, 3:45 കഴിഞ്ഞാൽ പിന്നെ 4:15. അപ്പം 3 ഉണ്ടാവും, 4 ഉണ്ടാവില്ല. ഇൻ ദ ടേബിൾ എബോവ് ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദ നമ്പേഴ്സ് ദാറ്റ് ആർ ടേംസ് ഓഫ് ദീസ് റെസ്പെക്റ്റീവ് സീക്വൻസസ്. അപ്പോൾ എത്രാമത്തെ ടേമാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇവിടെയില്ല ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മൾ യെസ് നോ മാത്രമേ പറഞ്ഞുള്ളൂ. ക്വസ്റ്റ്യനിൽ എത്രാമത്തെ ടേമാണ്, യെസ് പറഞ്ഞാൽ എത്രാമത്തെ ടേമാണെന്നാണ് ചോദിക്കുന്നത്. ആ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ മറ്റേതൊക്കെ വൺ വേർഡിൽ ചെയ്ത് കണ്ടുപിടിക്കാവുന്നത് കൊണ്ട് അതിൻ്റെ സ്റ്റെപ്സൊക്കെ ഞാൻ എഴുതിയിട്ടില്ല. തേർഡിൻ്റെ ആൻസറിൽ 11, 22, 33 എക്സെട്ര ആണ്. നമ്മൾ 132 ആണ് ചോദിച്ചത്. 132ന്ന് 11 മൈനസ് ചെയ്യണം. പക്ഷേ ഇത് 11 മൈനസ് ചെയ്യേണ്ടതും 11 ആണ്. 11ൻ്റെ മൾട്ടിപ്പിളും ആയതുകൊണ്ട് 11നെ കൊണ്ട് തന്നെ നേരിട്ട് ഡിവൈഡ് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും. 12th ടേമാണ് കിട്ടുക. ഈ നമ്മളെ കോഷ്യൻ്റ് വരുന്നത്, ഹരണഫലം വരുന്നത് തന്നെ എഴുതി കൊടുത്താൽ മതി. അടുത്തത് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് മാറ്റാണ്. ഇത് രണ്ടും സെയിം ആയതുകൊണ്ടാണ് ഞാൻ നേരിട്ട് തന്നെ ഡിവൈഡ് ചെയ്തത്. അതായത് ഫസ്റ്റ് ടേമും 11 ആണ്, ഡിഫറൻസും 11 ആണ്. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ടേം 12 ആണ്, ഡിഫറൻസ് 11 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് ഏത് നമ്പറാണ് നോക്കേണ്ടത്? 100 ആണ്. അപ്പോൾ 100 എന്ന് 12 മൈനസ് ചെയ്യാം, 88 കിട്ടും. അപ്പോൾ 88നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 ആണ് കിട്ടുക. 8 ഇത് കിട്ടുന്ന സമയത്ത് 9th ടേം ആയിരിക്കും 100 എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ? നമ്മൾ നോക്കേണ്ട കാര്യം, നമ്മൾ ഏത് നമ്പറാണോ നോക്കേണ്ടത് അതിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുക, എന്നിട്ട് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ 0 ആണെങ്കിൽ, ബാലൻസ് 0 ആണെങ്കിൽ അത് നമ്മുടെ ആ ടേമിലുണ്ടാകും. ആ ടേം എത്രാമത്തെ നമ്പറാണ് നോക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കോഷ്യൻ്റ് ഉണ്ടാവില്ല, അതിനോട് ഒന്ന് കൂട്ടുക. 8 വന്നാൽ 9 ആയിരിക്കും. പിന്നെ 21, 32 നമ്മൾ അങ്ങനെ പോകുന്നതിൽ 1000 ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ 1000ൻ്റെ അകത്ത് എന്ത് ചെയ്യുക? ഫസ്റ്റ് ടേം മൈനസ് ചെയ്തു, 979 കിട്ടി. 979നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലെ കോമൺ ഡിഫറൻസും ഉണ്ട്. 21, 32, 11 വരിക. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 89 കിട്ടും. അപ്പോൾ 89നോട് ഒന്ന് കൂട്ടി 19th ടേം ആയിരിക്കും. അത് 1/4, ഹാഫ്, 3/4 എന്ന് പറയുന്ന പാറ്റേണിൽ നമുക്ക് 3 ഉണ്ടോ നോക്കാൻ 3ൻ്റെ അകത്ത് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യാം. ഫസ്റ്റ് ടേം മൈനസ് ചെയ്തിട്ട് കോമൺ ഡിഫറൻസ് കാക്കാലാണ് ആഡ് ചെയ്ത് പോകുന്നത്. കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ മിക്സ്ഡിനെ നമ്മൾ ഇംപ്രോപ്പർ ആക്കണം. അത് 11/4 വരും. 11/4/1/4 വരും. ഈ 2 4ഉം കട്ട് ചെയ്യുക. അപ്പോൾ 11 ആണ് വരിക. 11 എന്ന് പറയുമ്പോൾ നമ്മുടെ 12th ടേം ആയിരിക്കും 3 എന്ന് പറയുന്നത്. ഇതുപോലെ 4 ഉണ്ടോ എന്ന് നോക്കാൻ 4ന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുക. അപ്പോൾ 3.25 കിട്ടും. 3.25നെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 1/4 ആണ്. 3.25ന് എന്ത് ചെയ്യുക? മിക്സ്ഡ് മാറ്റിയിട്ട് ഇംപ്രോപ്പർ ആക്കുക. 3, 4, 12 + 3 15/4 വരും. മറ്റേത് 1/4 വരും. 4 4 കട്ടായിട്ട് പിന്നെ 15 ആണ് വരിക. അപ്പോൾ 16th ടേം ആയിരിക്കും 4 എന്ന് പറഞ്ഞാൽ. അടുത്തത് 3/4, 1/2, 2/4 എന്ന് പറയുന്ന പാറ്റേൺ ആണ്. അതിൽ 3 മൈനസ് നമ്മൾ ഏത് നമ്പർ ഉണ്ടെന്ന് നോക്കേണ്ടത്? 3 ഉണ്ടോ എന്ന് നോക്കാം. 3ന്ന് 3/4 മൈനസ് ചെയ്താൽ 2/4 വരും. 2/4നെ ആ 3/4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പം അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 9/4, 3/4 എന്ന് വരും. 4ഉം 4ഉം കട്ടായാൽ 9/3, അത് 3 വരും. 3 എന്ന് പറയുമ്പോൾ 4th ടേമാണ് വരിക. പിന്നെ 4ാമത്തെ നമ്പർ ഉണ്ടോ എന്ന് നോക്കാൻ നമുക്ക് വളരെ ക്ലിയർ ആണ്. 3/4, 1/2, 2/4 കഴിഞ്ഞാൽ പിന്നെ 3 വന്നാൽ പിന്നെ 3.25 ആണ്. 4 വരില്ല. അപ്പോൾ 4 അതിൽ ടേമല്ല. പിന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ടാണ് അത് നോക്കാത്തത്. 3 ഉണ്ടോ എന്ന് നോക്കാം. 3 എന്ന് പറയും. 4th ടേമാണ് 3 എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഫ്രാക്ഷൻ വരുന്നതിൽ ഒന്നുകൂടെ നോക്കണം. ഒന്നുകൂടെ പറയാം. നമുക്ക് ഒരു ടേം തന്നിട്ട് അതിലൊരു നമ്പർ ഉണ്ടോ എന്ന് നോക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ ടേം എടുക്കുക. ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുക. ഏത് നമ്പറാണ് ഉണ്ടെന്ന് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ 1000, 2000 എത്രയോ ആയിക്കോട്ടെ, ആ നമ്പറിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുക. കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ 0 ആണെങ്കിൽ അത് പദമാണ്. അതിന് 0 അല്ലെങ്കിൽ പദമല്ല. 0 ആണെങ്കിൽ അത് ടേമാണ്. 0 അല്ലെങ്കിൽ അത് ടേമല്ല. റിമൈൻഡർ 0 വരണം. ഇനിയിപ്പം നമുക്ക് റിമൈൻഡർ 0 വരുമ്പം മുകളിൽ ഏതാണ് നമ്പർ ഉള്ളത്, അതായത് കോഷ്യൻ പ്ലേസിൽ നമ്മുടെ ഹരണഫലത്തിൻ്റെ സ്പേസിൽ ഏത് നമ്പറാണ് ഉള്ളത് നോക്കുക. അതിനോട് ഒന്ന് കൂട്ടിയ നമ്പർ ആയിരിക്കും, അത്രയും പൊസിഷൻ ആയിരിക്കും നമ്മുടെ ആ നമ്പറിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. എല്ലാവരും നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ബൈ.